times you don't have to question if I'm on where we are. You could put an ocean between our love, love, love. It will keep us apart. You could build a wall, I will run it up, 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 just to get to your heart. If we're caught in a wave, maybe we'll make a way. You could put an ocean between our love. യോർദാനും മലകളിലേക്കും പോയി വീണ്ടും ജനങ്ങൾ അവന്റെ അടുക്കൽ ഒരുമിച്ച് കൂടി. പതിപോലെ അവൻ അവരെ പഠിപ്പിച്ചു. ഫരീസയർ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദ്യം ചോദിച്ചു, ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, ഉപേക്ഷാപാത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒരു ശരീരമായിരിക്കും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യർ വേർപെടുത്താതിരിക്കട്ടെ. ഇക്കാര്യത്തെക്കുറിച്ച് ശിഷ്യന്മാർ വീട്ടിൽ വെച്ച് വീണ്ടും അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരു വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരാളെ വിവാഹം ചെയ്യുന്നവളും വ്യഭിചാരം ചെയ്യുന്നു. നമ്മുടെ കർത്താവായ മിശിഹായേ നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഒരു നിമിഷം നമുക്ക് അഖിലിനെയും ഇവിടുത്തെ കുടുംബാംഗങ്ങളെയും ദൈവത്തിന് സമർപ്പിച്ച് ഇന്നത്തെ കാര്യങ്ങളെല്ലാം ദൈവത്തിന്റെ കൃപാവരം കൊണ്ട് ഭംഗിയായി നടക്കുവാൻ വേണ്ടി നമുക്ക് ദൈവത്തോട് വിശുദ്ധമായി പ്രാർത്ഥിക്കാം. ിൽ
സാധുശീല എത്രയും ദയുള്ള മാതാവിനിൻ സങ്കേതം തേടി വരുന്നു ഞങ്ങൾ നിൻചാരത്തോടിയണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ ഒരു നാളും കൈവിടില്ലല്ലോ തായേ. പുരുഷന്റെ സ്തുതിಯಲ್ಲಿ പിടിക്കപ്പെടുന്നത് Can we keep each other company? Oh, maybe we can be each other's company. Oh, company. Listen each other's lonely nights, be each other's paradise. Need a picture for my frame, someone to share my brain. Tell me what you wanna drink, I'll tell you what I got in mind. Oh, I don't know your name, but I feel like that's gonna change. You ain't gotta be my lover for you to call me baby. Never been under no pressure, ain't that serious. Can we keep each other company? Oh, maybe we can be each other's company. Oh, company. The complications, I'm all about the elevation. We can keep it going up, or don't miss out on us. Just wanna have a conversation, forget about the obligations. Maybe we can stay in touch, oh that ain't doing too much. You ain't gotta be my lover for me to call you baby. Never been under no pressure, ain't that serious, no. Can we keep each other company? Oh, maybe we can be each other's company. Oh, company. Yeah, yeah. Our
അത്യുന്നതമാ സ്വർലോകത്തെ സർവേശ്വരൻ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും വാഴ്ത്തിടൂ ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തെ സർവേശ്വരൻ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും വാഴ്ത്തിടൂ ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരൻ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും വാഴ്ത്തിടൂ ശാന്തി പ്രത്യാശയുമെന്നേക്കും. പരിശുദ്ധൻ 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 സർവ്വസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സർവ്വസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, ദുഷ്ടാരൂപയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടാണ് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയൈക്യത്തിൽ ജീവിക്കുവാൻ ഈ ദാസനെ അനുവദിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകളിൽ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിൻ്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാശയോഗ്യതയോട് പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. എൻ്റെ പുത്രിയെ ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗൃഹത്തെയും നീ മറന്നുകളയുക. നമ്മുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തൻ്റെ സ്നേഹം മൂലം നിന്നെ തൻ്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജപുത്രിയുടെ അഴകെല്ലാം ആന്തരികമാകുന്നു. അവളുടെ മേലങ്കി പൊന്നു പൊതിഞ്ഞതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായ രാജാവിനെ അവൾ സന്ദർശിക്കും. തോടുകളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവർ ഉല്ലാസഭരിതരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളി പോലെയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തമുളകൾ പോലെയും ആയിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിലെ ഓരോ ദിവസവും കർത്താവ് സഹീവനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ രക്ഷകർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ ഒരു ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളെ നിരന്തരം സ്തുതിക്കുകയും ഒന്നുകൊട്ടുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അവ സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും.
സത്യമായി ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനെ പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളിപ്പോൾ നമ്മുടെ സ്തുതിയെ കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാനേക്കും സർവജ്ഞനായ ഭരണകർത്താവ് തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാനേക്കും സഹോദരനെ, വിശുദ്ധ പൗലോസ്ലീഹ എഫേസോസിലെ സഭയ്ക്ക് എപ്പോഴും എല്ലാത്തിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുകയും ഭാര്യമാരെ നിങ്ങൾ കർത്താവിനെ എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും എന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകൻ. സഭ ക്രിസ്തുവിന് വിധേയമായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത ബഹുത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കടക്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവനതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. നമ്മുടെ കർത്താവായ സ്തുതി. മാനസ
നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. യോഹന്നാൻ അറിയിച്ച തന്റെ കർത്താവ് ഈശോയുടെ വിവാഹത്തിൽ നിന്നാണ്. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവരോട് പറഞ്ഞു, സ്ത്രീയെ എനിക്കും നിനക്കും എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുന്നില്ല. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിലുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽപ്പനകൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2 or 3 ഓർമ്മകളുമായിരുന്നു. ഭരണിയിൽ വെള്ളം നിറയ്ക്കുമെന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം അപ്പോഴും നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അവർ പ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരി പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണമകനെ വിളിച്ച് പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ ആഴ്ന്നു തുടങ്ങും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഈശോ തന്റെ അമൃതം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അത്ഭുതങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമ്മുടെ കർത്താവായ ഈശോയെ സ്തുതി. പ്രിയ സഖി അനില, മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, 2 ദിവസം മുമ്പ് ഞാൻ അഖിലിനെ വിളിച്ച് ചോദിച്ചു, അഖിലിൻ്റെ മാമോദിസ എന്താ, അനിലയുടെ മാമോദിസ എന്താ? സാധാരണ അഖിലെ ചോദിക്കുമ്പോൾ പലർക്കും അറിയാൻ വേണ്ടി അഖില എന്നോട് പറഞ്ഞു, അവളുടെ മാമോദിസ അവളുടെ പേരിൻ്റെ കൂടെ എനിക്ക് സന്തോഷമായിട്ട് അത് മാമോദിസ പേരിൻ്റെ ഒപ്പം തന്നെ സ്ഥാനം കൊടുത്തിരിക്കുന്നത്. അതൊക്കെ മൂല്യങ്ങളെ പ്രദാനം ചെയ്യുക എനിക്ക് സന്തോഷം തോന്നി. അനില മേരി, അതിൽ ഞാൻ ലോനപ്പനാണ്. ഞാൻ ലോനപ്പനാണ്. നമുക്ക് ലോനപ്പൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ വികാരമുണ്ട്. നമ്മുടെ വീട്ടിൽ ഏറ്റവും മൂത്തയാളാണ്. അതൊക്കെയാണ് ഈ പേരിൻ്റെ പ്രത്യേകത. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇതുപോലെയുള്ള മംഗളകർമ്മം നടക്കുമ്പോൾ നമ്മുടെ മരണം പറഞ്ഞ് നമ്മുടെ കൂടെ ഇല്ലാതിരിക്കുന്ന, നമുക്ക് വേണ്ടി ജീവിച്ച ആ കർത്തന്മാരെ പ്രത്യേകമായി സ്മരിക്കുകയും അവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയും അവരുടെ മധ്യസ്ഥം യാചിക്കുകയും ചെയ്യേണ്ട സമയമാണ്. എന്നിട്ട് നമ്മുടെ കർത്തന്മാരെ ഓർക്കണം. അതുപോലെ പേരിൻ്റെ പുണ്യമാണ് വളരെ പ്രധാനപ്പെട്ടതാണ്. ജോണാണ് അഖിലിൻ്റെ പേരിൻ്റെ പുണ്യമാണ്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ടത് മാതാവിനെ കുറിച്ചാണ്. മേരി, ഞങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു മേരി എന്നൊക്കെ പറയും. എന്താണെങ്കിൽ മാതാവിനെ കുറിച്ച് വായിച്ചു കേട്ടത്, അതായത് അനിലയുടെ പേരിൻ്റെ പുണ്യമുണ്ട്. ആ 2 പേര് തന്നെ ചോദിച്ചു പോകുന്നുണ്ട്. അനില. ഇത് ദൈവം അനാദികാലം മുതലേ പ്ലാൻ ചെയ്തത്. ഏതാണെങ്കിൽ അപ്പം മാതാവ്, എനിക്ക് മാതാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു വീട്ടിൽ ഒരു പ്രശ്നമുണ്ടായ സിറ്റുവേഷനാണ്. ആ വീട്ടിൽ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ വീട്ടിൽ ഒരു കുറവുണ്ട്. ആ വീട്ടിലൊരു കുറവുണ്ട്. ആ വീട്ടിൽ ഒരു അപമാന ഭയമുണ്ട്. ആ വീട്ടിൽ ഒരു രഹസ്യമുണ്ട്. നമ്മൾ അറിഞ്ഞെത്തി വരുമ്പോൾ രഹസ്യമുണ്ട്. നമ്മുടെ കല്യാണം കഴിച്ചവർക്കറിയാം, നമ്മൾ അടുത്തടുത്ത് അറിഞ്ഞു വരുന്നത്, നമ്മൾ അറിഞ്ഞു വരുന്നത് നമ്മുടെ പങ്കാളിയുടെ കുറവുകളാണ്. കാരണം ജീവിതം സിനിമ പോലെയല്ല. ഒത്തിരി കുറവുകളും വിചാരിക്കാത്ത കുറവുകളൊക്കെ നമ്മുടെ പങ്കാളികൾക്കുണ്ടാകും. അതായത് എനിക്ക് കുറവുണ്ട്, നിങ്ങൾക്കും കുറവുണ്ട്. അതുപോലെ തന്നെയാണ് മനുഷ്യർക്കുണ്ട് ആ കുറവുകൾ വരും. ഈ വീട്ടിലെ വീഞ്ഞിൻ്റെ കുറവാണ്. ഞാൻ കുടിയനായ ചേട്ടൻ ചോദിച്ചു, അച്ഛാ, ഈ കാനായിൽ എന്തോരം വെള്ളമാണ് കർത്താവ് വീഞ്ഞാക്കിയത്? ഞാൻ പറഞ്ഞു, ബൈബിളിൽ 2 or 3 അളവ് അതിനകത്ത്. ഞാൻ പറഞ്ഞു 20-30 ഗ്യാലൻ. ആ ഗ്യാലൻ പറഞ്ഞു ഇങ്ങോട്ടേക്ക് 4-3. ഓക്കെ. അപ്പം 4 ലിറ്റർ അടങ്ങുന്ന 20 ഗ്യാലൻ, 4-8 80 ലിറ്റർ. അങ്ങനെ 6 കൽപ്പനകൾ 100 ലിറ്റർ. അതുകൊണ്ട് അത്രയും അത് നല്ലൊരു മീനവിടെ ആവശ്യമില്ല. ഞാൻ ഓൾറെഡി വിളമ്പിൽ കഴിഞ്ഞതാണ്. അപ്പം ചേട്ടൻ ചോദിച്ചു, കർത്താവ് അപ്പം വർദ്ധിപ്പിച്ച് കഴിഞ്ഞപ്പോൾ 12 കൂടെ ബാക്കി വന്നത് ശിഷ്യന്മാർക്ക് കൊടുത്തു. ഇത് ഈ ബാക്കി വന്നത് ആർക്കാ കൊടുത്തത്? കുടിയനിക്കുന്ന സംശയങ്ങളുണ്ട്. നമ്മൾ കുടിയനിക്കുന്നത് എപ്പോഴും കുടിച്ചു കിട്ടുന്നതിനെ കുറിച്ചാണ്. അത് ശിഷ്യന്മാരെടുത്തോ അത് ആർക്കാ കൊടുത്തതെന്നുള്ളതാണ് അവൻ്റെ ഇഷ്യൂ. അപ്പോൾ ഇവരോട് നമ്മൾ ആ തത്വം പറഞ്ഞ കാര്യമില്ല. എന്താണ് അതിൻ്റെ അർത്ഥം? ആവശ്യത്തിന് കൂടുതൽ കൃപ വർദ്ധിക്കുന്നതാണ്. അപ്പം വീഞ്ഞെന്ന് പറഞ്ഞാൽ കുടിയനെ സംബന്ധിച്ച് കുടിക്കുന്ന വീഞ്ഞ് മാത്രമാണ്.
വിശുദ്ധ യോഹന്നാനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് ദൈവകൃപയുടെ പ്രതീകമാണ്, ദൈവം സ്നേഹിക്കുന്നതിന്റെ പ്രതീകമാണ്. ഈ വീഞ്ഞാണ് പിന്നീട് കർത്താവിന്റെ സ്വന്തം രക്തമായി മാറാനിരിക്കുന്നത്, അതിന്റെ മുന്നോടിയാണത്. അപ്പോൾ എന്താണ്, മാതാവിലൂടെ നിങ്ങൾക്ക് ദൈവകൃപ കിട്ടുന്നുണ്ടെങ്കിൽ അത് കൃപയാണ്, സമൃദ്ധമായിട്ടാണ്, ആവശ്യത്തിൽ കൂടുതലാണ്. കർത്താവ് അപ്പം വർദ്ധിപ്പിച്ചാൽ അത് ആവശ്യത്തിൽ കൂടുതലാണ് കൊടുക്കുന്നത്. നമ്മളാണ് എണ്ണി കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ഓരോ തുള്ളിക്ക് കണക്ക് പറയുന്നത്. കർത്താവ് സമൃദ്ധമായിട്ടാണ് കൊടുക്കുന്നത്. കാരണം അവൻ തന്റെ സമൃദ്ധിയിൽ നിന്ന് കണക്കില്ലാതെ അളവില്ലാതെ കൊടുക്കുകയാണ്. അത് ശിക്ഷണം കൊടുക്കും. അപ്പം ഇവിടെ അതുപോലെ കൃപ കൊടുക്കും. മാതാവ് വഴിയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ അപ്പോൾ അത് ഓർമ്മിക്കുന്നത് അനിലമേരി തന്നെയാണ്. അപ്പോൾ മാതാവിൻ്റെ മനസ്സും എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ കുറവുകൾ കാണുമ്പോൾ മാതാവിൻ്റെ പക്കലേക്ക് വരിക. അപമാന ഭയം വരുമ്പോൾ മാതാവിൻ്റെ പക്കലേക്ക് തരിക. മാതാവ് ഒത്തിരി അപമാനം സഹിച്ചവളാണ്. ജീവിതത്തിൽ രഹസ്യങ്ങൾ വരുമ്പോൾ മാതാവിൻ്റെ പക്കൽ നിന്ന് പറയുക. വിശുദ്ധ ബെർണാർഡ് മണിയോളാണ്. വിശുദ്ധ ബെർണാർഡ് പറയുകയാണ്, മക്കളെ, നിങ്ങൾക്ക് ജീവിതത്തിൽ സംശയം വരുമ്പോൾ, പ്രശ്നം വരുമ്പോൾ നിങ്ങൾ പരിശുദ്ധ അമ്മയുടെ പക്കലേക്ക് ഓടിച്ചില്ല. പരിശുദ്ധ അമ്മയുടെ പക്കലേക്ക് ഓടിച്ചില്ല. അവൾ നിനക്ക് മാർഗദർശിയാണെങ്കിൽ, അവളാണ് നിന്റെ മാർഗത്തെ നയിക്കുന്നതെങ്കിൽ നിനക്ക് മാർഗഭ്രംശം വരികയില്ല. മാതാവ് നിന്റെ മാർഗത്തെ നയിച്ചാൽ നിനക്ക് മാർഗഭ്രംശം വരികയില്ല. അവൾ നിന്റെ കൃത്തിലുണ്ടെങ്കിൽ നീ വഞ്ചിക്കപ്പെടുകയില്ല. മാതാവ് നിന്റെ കൃത്തിലുണ്ടെങ്കിൽ നീ വഞ്ചിക്കപ്പെടുകയില്ല. മാതാവാണ് നിന്റെ വഴി നടത്തുന്നതെങ്കിൽ നിനക്ക് മാർഗഭ്രംശം വരികയില്ല. അവൾ നിന്റെ കയ്യിൽ പിടിച്ചാൽ നീ വീഴുകയില്ല. മാതാവ് നിന്റെ കയ്യിൽ പിടിച്ചാൽ നീ വീഴുകയില്ല. അവൾ നിന്റെ മുമ്പേ പോയാൽ, മാതാവ് നിന്റെ മുമ്പേ പോയാൽ മക്കളെ നിങ്ങൾ തളരുകയില്ല. അവൾ നിങ്ങൾക്ക് അനുകൂലിയാണെങ്കിൽ ആരും നിങ്ങൾക്ക് പ്രതികൂലമായി നിൽക്കില്ല. നോക്കൂ, മാതാവ് നിങ്ങളുടെ കൃത്യമുണ്ടെങ്കിൽ നിങ്ങളെ ആർക്കും വഞ്ചിക്കാനാവില്ല. മാതാവിന്റെ സ്നേഹമലയും നിങ്ങൾക്ക് ചുറ്റുമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുരക്ഷിതരാണ്. നിങ്ങൾ ആരെയും പേടിക്കില്ല. മാതാവ് നിങ്ങളുടെ മുമ്പേ പോയാൽ നിങ്ങൾ തളരില്ല. മാതാവിന്റെ കൈ നിങ്ങൾ പിടിച്ചാൽ നിങ്ങൾ വീടില്ല. അതാണ് പ്രധാനമായിട്ട് ഒന്നാമത് എനിക്ക് പറയാനുള്ളത്. കാനായിലെ അമ്മ നമ്മൾ ഓർമ്മിപ്പിക്കുന്നതാണ്. അമ്മ ചെന്ന് ഈശോയുടെ പക്കൽ ചെന്നാൽ ഈശോയ്ക്ക് നോ പറയാൻ പറ്റില്ല. കാരണം അങ്ങനെയാണ് അമ്മ മോനെ പഠിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് അമ്മ മോനെ പഠിപ്പിച്ചിരിക്കുന്നത്. അടുത്ത മോനെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് നിനക്ക് പറഞ്ഞു തന്നിട്ടില്ലേ എന്ന് തന്നെയാണ് അമ്മ ചോദിക്കുന്നത്. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, അനില, അഖിൽ, എനിക്ക് നിങ്ങൾ പറയാനുള്ളത്, നിങ്ങൾ മാതാവിനെ ചേർത്ത് പിടിച്ചോളൂ. എവിടെയെങ്കിലും സംശയമോ പ്രശ്നമോ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും, എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും മാതാവിനെ ചേർത്ത് പിടിച്ചോളൂ. മാതാവേ, അമ്മേ, മധ്യസ്ഥം വഹിക്കണേ, ഈശോയുടെ മക്കളിലേക്ക് അത് പറഞ്ഞാൽ മതി. ബാക്കി കാര്യം പുള്ളിക്കാരൻ നോക്കിക്കോളും. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് വിശുദ്ധഗ്രന്ഥത്തിൽ രണ്ടാമത്തെ, അപ്പോൾ ഞാൻ പറഞ്ഞു സുവിശേഷ ഭാഗമാണ്. ലേഖനത്തിൻ്റെ ഭാഗത്തിൽ പറയുമ്പോൾ അതിനകത്ത് രണ്ട് ഉപദേശമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ, ബൈബിൾ ഉപദേശം നൽകുമ്പോൾ കൂടുതൽ ഉപദേശം കൊടുക്കുന്നത് പെണ്ണിനാണ്. അത് എന്ത് തിരിച്ചു വേദം എനിക്ക് പറഞ്ഞ എനിക്കറിയാം. ഏതാണ് ഈ പെണ്ണിനാണ് വില കൊടുക്കുന്നത്. പെണ്ണിന് വില കൂടുതലുള്ളതുകൊണ്ട്, മൂല്യം കൂടുതലുള്ളതുകൊണ്ട്, അതുകൊണ്ടാണ് അതിലെ മക്കൾ കൂടുതൽ ഉപദേശം കൊടുക്കുന്നത്. പക്ഷെ ഇവിടെയും ഉപദേശമുണ്ട്. അഖിലിനുള്ള രണ്ട് ഉപദേശമുണ്ട്. കർത്താവേ, വധൂവരന്മാരുടെ മേൽ കൃപയുണ്ടാകണമേ. ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ പ്രിയ സഹോദരരെ, ഈ വധൂവരന്മാർ വിവാഹമെന്ന കൂദാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന്റെ ജീവിതസഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ തിരുമണവാളൻ മണവറയിങ്കൽ നയിച്ചല്ലോ. ആനന്ദിക്കുക പ്രിയപുത്രീ, ആത്മവിഭൂഷിത മണവാട്ടി, നിന്നെ
മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി അനില എന്ന് വിളിക്കപ്പെടുന്ന മേരിയെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. അനില എന്ന് വിളിക്കപ്പെടുന്ന മേരി മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി അഖിൽ എന്ന് വിളിക്കപ്പെടുന്ന ജോണിനെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കും. അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിങ്ങളോടുകൂടി ഉണ്ടാകുമാറാകട്ടെ. സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മരണം വഴി തിരുസഭയെ പൊതുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും ഇവരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവ്വം ആശീർവദിക്കണമേ. ഐക്യത്തിൻ്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങളിൽ സന്തോഷപൂർവ്വം സഹിക്കുവാനും ഇതിൻ്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ വിരുദ്ധമായിരിക്കുന്ന പുരുഷൻ ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങളിൽ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വിവാഹത്തിന്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ദമ്പതിമാരെ അനുഗ്രഹിക്കണം. നിന്റെ മണവാട്ടിയായ വിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കമായി ജീവിച്ച് സ്വർഗ്ഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏക മനസ്സായി ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും
അവിടുന്ന് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആമേൻ. ദാനത്തെക്കുറിച്ച് കർത്താവേ സ്തുതിയും പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ ഫലം കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിൽ നിന്നിൽ അവരെ കാത്തുകൊള്ളണമേ. അപരാധത്തെയും സാറയെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. കർത്താവായ മിശിഹായെ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധമറിയത്തിൻ്റെയും തിരുക്കുടുംബത്തിൻ്റെയും നായകനായ യോസേഫിൻ്റെയും മാധ്യസ്ഥം ഇവിടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവിടെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെയും നാഥായിലേക്കും
കർത്താവിൻ്റെ പുറമേ സൃഷ്ടി അനുസരിച്ച് കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. എൻ്റെ ഒരു വിധി ഏൽപ്പിക്കുവാൻ ഞാൻ നിറഞ്ഞുകൂടാതെ. Heart beats fast, colors and promises. How to be brave? How can I love when I'm afraid to fall? But watching you stand alone, all of my doubt suddenly goes away somehow. One step closer. I have died every day waiting for you. Darling, don't be afraid. I have loved you for 1,000 years. I love you for 1,000 more. Time stands still, beauty in all she is. I will be brave. I will not let anything take away what's standing in front of me. Every breath, every hour has come to this. One step closer. I have died every day waiting for you. Darling, don't be afraid. I have loved you for 1,000 years. I love you for 1,000 more. And all along I believed I would find you. Time has brought your heart to me. I have loved you for 1,000 years. I love you for 1,000 നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ ദാവീദിന്റെ പുത്രൻ പരിശുദ്ധാത്മാവിന്റെ സ്തുതി. Sweet baby, our sex has meaning. No, this time you stay till the morning. Duvet days and vanilla ice cream. More than just one night together exclusively. Baby, let me be your man, so I can love you. And if you let me be your man, then I'll take care of you, for the rest of my life, for the rest of yours, for the rest of my life, for the rest of yours, for the rest of us. We're drinking the finest label, dirty dancing on top of the table.
our walks on the beach in April. Yeah, I promise, darling, that I'll be faithful. Baby, let me be your man. Let me be your man. So I can love you. And if you let me be your man, then I'll take care of you for the rest of my life, for the rest of yours, for the rest of my life, for the rest of yours, for the rest of us. Give me your body and let me love you like I do. Come a little closer and let me do those things to you. This feeling will last forever, baby, that's the truth. Let me be your man so I can love you. Baby, let me be your man. Spent 24 hours, I need more hours with you. You spent the weekend getting even, ooh. We spent the late nights making things right between us. But now it's all good, babe. Roll that backward, babe, and play me close. 'Cause girls like you run around with guys like me till sundown. When I come through, I need a girl like you, yeah, yeah. Girls like you love fun and yeah, me do what I want. When I come through, I need a girl like you, yeah, yeah. Yeah, yeah, yeah. Yeah, yeah, yeah. I need a girl like you, yeah, yeah. Yeah, yeah, yeah. Yeah, yeah, yeah. I need a girl like you. I spent last night on the last flight to you. I took a whole day up, trying to get way up. Ooh. We spent the daylight trying to make things right between us. And now it's all good, babe. Roll that backward, babe, and play me close. Cause girls like you run around with guys like me till sundown. When I come through, I need a girl like you, yeah, yeah. Girls like you love fun and yeah, me do what I want. When I come through, I need a girl like you, yeah, yeah. Yeah, yeah, yeah. Yeah, yeah, yeah. I need a girl like you, yeah, yeah. Yeah, yeah, yeah. Yeah, yeah, yeah. I need a girl like you, yeah, yeah. I need a girl like you, yeah, yeah. I need a girl like you. Maybe it's 6:45. Maybe I'm barely alive. Maybe you're taking my shit for the last time, yeah. Maybe I know that I'm drunk. Maybe I know you're the one. Maybe I'm thinking it's better if you drive. ഈ സമയത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇന്നേ ദിവസം പുതിയ വിവാഹബന്ധത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടതായ അഖിലിനെയും അനിലെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അവരുടെ വൈവാഹിക ബന്ധത്തെ അങ്ങ് പൗത്രീകരിക്കണമേ. ഈശോയെ, അതിനെ ദൃഢപ്പെടുത്തണമേ. മസലത്തിലെ തിരുകുടുംബത്തെ സംരക്ഷിച്ചതുപോലെ ഈ ഭവനത്തെ നീ അനുഗ്രഹിക്കണമേ. നിന്റെ അനന്തമായ ദൈവിക കൃപ ഈ ഭവനത്തിൽ വസിക്കുന്ന മക്കളുടെ മേലും ഈശോയെ മകള് ഈ ഭവനത്തിലേക്ക് വന്നത് നന്മയ്ക്കാണെന്ന് പറയുവാൻ ദേശവാസികൾക്കും ഭവനത്തിലുള്ളവർക്കും കർത്താവെ നീ ഇടയാക്കണമേ. അവളിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതൊക്കെയും ക്ഷമിക്കുവാനും അവളെ തെറ്റുകളൊക്കെ തിരുത്തി മുന്നോട്ട് പോകുവാനുള്ള കൃപ ഈ ഭവനത്തിലുള്ളവർക്ക് നീ പ്രദാനം ചെയ്യുകയാണ്. സമർപ്പിക്കുന്ന വൈദിക വിദ്യാർത്ഥിയെ സമർപ്പിക്കുന്നു. ഈ പ്രദേശത്തെ സമർപ്പിക്കുന്ന മനോജിനെയും ഫാമിലിയെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതേപോലെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്നതായ വിവാഹബന്ധത്തിന് വേണ്ടി എത്തിയതായ എല്ലാ ബന്ധുമിത്രാദികളെയും ചാർച്ചക്കാരെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നിവരവയ്ക്കുകയും അനുഗ്രഹിക്കുകയും വിശദീകരിക്കുകയും ചെയ്യണമേ.
ഈശോയിലെ പകർച്ചവ്യാധിയിൽ നിന്നും എല്ലാം കർത്താവ് ഈ ദേശത്തെ നീ അങ്ങ് കാത്തുകൊള്ളണമേ. ഈ ദേശത്തിന് കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ കർത്താവ് നിന്റെ കരങ്ങൾ വഴി ചൊരിയപ്പെടുമാറാകണമേ. ഈശോ ഈ ഭവനത്തിലായിരിക്കുന്ന എല്ലാ മക്കളും കർത്താവെ തിരിച്ച് അവരവരുടെ ഭവനങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു സഞ്ചരിക്കുന്ന വാഹനങ്ങളെ കർത്താവെ നീ കാത്തുകൊള്ളണേ. കടന്നു പോകുന്ന വഴികളെ നീ അങ്ങ് അനുഗ്രഹിക്കണമേ. എല്ലാ വ്യക്തികളെയും കർത്താവെ കാത്തുകൊള്ളണം. ഈ പ്രദേശത്തുള്ള എല്ലാ മക്കളും കർത്താവെ ദൈവിക സംരക്ഷണത്തിലായിരിക്കുവാൻ തക്കവണ്ണം കർത്താവെ നിന്റെ കാവൽ സൈന്യങ്ങളെ അയച്ച് കാവലായിരിക്കണമേ. ഈശോ ഈ ഭവനത്തിൽ നിന്ന് ഞങ്ങളിപ്പോൾ ദൂരദേശത്തേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങുകയാണ് കർത്താവെ. ഞങ്ങളുടെ യാത്രയെ വിശദീകരിക്കണം. ഞങ്ങൾ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ ആ വാഹനങ്ങൾ നിയന്ത്രിക്കുന്നവരെയൊക്കെയും കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കാത്തുകൊള്ളണേ, കൃപയായിരിക്കണം. ഈ ഭവനത്തെ കൂടുതൽ വിശുദ്ധിയിലേക്ക് നയിക്കണം. പുതിയ കുടുംബജീവിതം തുടങ്ങുന്നതായ മക്കളെ സംബന്ധിക്കുന്ന എല്ലാവിധമായ ഐശ്വര്യങ്ങളും സമൃദ്ധിയും കൊണ്ട് കർത്താവെ അവരെ നിങ്ങൾ നിറയ്ക്കണം. സോളമന് ജ്ഞാനം പകർന്നു കൊടുത്തപോലെ കർത്താവെ മക്കൾക്ക് നീ നിന്റെ ദൈവിക ജ്ഞാനത്തെ അങ്ങ് പകർന്നു കൊടുക്കണമേ. ഈശോയെ വന്നു കയറിയ മകൾ ഭവനത്തിന് വിളക്കായിട്ട് മാറുവാൻ തക്കവണ്ണം കർത്താവെ നീ അങ്ങ് ഇടയാക്കുമാറാകണമേ. ദൈവകരങ്ങളിൽ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. Forever seems like a long time, but nothing seems like a long time when I am with you. I feel like I'm walking on water since the day that I asked your father to let go of his daughter. So give me your blessing, sir. I'll give her all that I've got. It doesn't look like much, but it sure feels like a lot. Let her take my heart and take my hand. Take my heart and take my hand. Take my heart and take my hand again and again. Right where we stand. I never really know what love is, but whatever it is, I feel it in your kiss. You walked in like somebody planned it all. I feel right where I belong. My knees are weak, my heart is strong. So give me your word and I'll give you all I got. No, we don't have much, but it sure feels like a lot. So take my heart